എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു ബീഫ് റോസ്റ്റാണ്. കൂടുതൽ മസാലകൾ ഐറ്റംസ് ഒന്നും ചേർക്കാതെ തന്നെ പെട്ടെന്ന് റെഡിയാക്കാവുന്ന ഒരു ബീഫ് റോസ്റ്റാണ് ഇന്നത്തെ. അതിന് നമുക്ക് ആവശ്യമുള്ളത് ഉണക്കമുളക് ക്രഷ് ചെയ്തത്, ചുവന്നുള്ളി ക്രഷ് ചെയ്തത്, കുറച്ച് പച്ചമുളക് ക്രഷ് ചെയ്തത്, ഇഞ്ചി അല്പം ക്രഷ് ചെയ്തത്, അതിൻ്റെ കൂടെ കുറച്ച് സവാള, ഒരു 2-3 സവാള കനം കുറച്ച് അരിഞ്ഞ് ഇതിനകത്തേക്ക് മിക്സ് ചെയ്യുക. അതിലൽപ്പം ഒരു 4-5 വെളുത്തുള്ളി ചുള ചതച്ചത്. ഏത് കറിയിലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഐറ്റമാണ് വേപ്പില. അപ്പോൾ ഇതിലും അതുപോലെ തന്നെ 2-3 തണ്ട് വേപ്പില, അതിൻ്റെ ഒപ്പം അല്പം ഉപ്പ് ചേർക്കുക, ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ചിലർക്ക് ഉപ്പ് കൂടുതലാണ്, ചിലർക്ക് ഉപ്പ് വളരെ കുറച്ച് മതി. അപ്പോൾ ഉപ്പ് വളരെ കുറച്ച് ചേർക്കേണ്ടത് ചേർക്കുക, കൂടുതൽ വേണ്ടത് കൂടുതൽ ചേർക്കുക. അതിലേക്ക് 1 സ്പൂൺ കാശ്മീരി ചില്ലി ചേർക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇറച്ചി വേവിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ കുക്കറിൽ തന്നെയാണ് ഇത് ശരിക്കും മിക്സ് ചെയ്യുന്നത്. ഉള്ളിയും സവോളയും ഇതിനകത്ത് ഇട്ടിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് നമ്മൾ സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ ബീഫ്, അല്പം ഉപ്പും മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ മീറ്റ് നേരത്തെ തിരുമ്മി വെച്ചിരിക്കുന്നത്. അത് ഇതിനകത്തേക്ക് ഈ കുക്കറിലേക്ക് ആഡ് ചെയ്യുക. എല്ലാ മസാലകളും ഈ ബീഫും ഇട്ടിരിക്കുന്ന നമ്മൾ ഈ മീറ്റും കൂടിയിട്ട് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ആക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യണം, കാരണം ഇറച്ചിയുടെ എല്ലാ ഭാഗത്തും ഈ മസാലകളാവാൻ കരുതിയിട്ട് തന്നെ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം അതിനകത്തേക്ക് ഒഴിക്കുക. നേരെ കുക്കർ അടച്ച് അടുപ്പത്ത് വയ്ക്കുക. നമ്മൾ അടച്ചു വെച്ച കുക്കർ 4 വിസിൽ, അതായത് ഫുൾ ഫ്ലെയിമിൽ 4 വിസിൽ കേൾക്കുമ്പോൾ ഇറച്ചി വെന്തിട്ടുണ്ടാവും എന്തായാലും. അതിനകത്ത് കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ നമ്മൾ നേരത്തെ ഒഴിച്ച വെള്ളം കുറച്ച് ബാക്കിയുണ്ടാവും. അത് നല്ലൊരു ഉരുളി അടുപ്പത്ത് വെച്ച് ലോ ഫ്ലെയിമിൽ ഉരുളി ചൂടാക്കി അതിനകത്തേക്ക് ഇറച്ചിയിട്ട് നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുക്കുക. വെള്ളം വറ്റിച്ചെടുക്കുമ്പോൾ എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കണം, കാരണം ഇത് അടിയിൽ പിടിക്കാതെ നമുക്ക് ആവശ്യമുള്ള ഗ്രേവി ആയി കഴിയുമ്പോൾ നമ്മൾ ഇത് അടുപ്പിൽ നിന്ന് ഇറക്കി വയ്ക്കുക. അപ്പോൾ ഞങ്ങൾ ഇതൊരു സെമി ഗ്രേവിയാണ് ഉദ്ദേശിച്ചത്, അതുകൊണ്ട് ഞങ്ങളുടെ മീറ്റ് റെഡിയായി. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല മസ്റ്റ് ട്രൈ ഐറ്റമാണ്, കാരണം കൂടുതൽ മസാലകളൊന്നും ഇല്ലാതെ ബീഫ് റോസ്റ്റ് ചെയ്തിരിക്കുന്നതാണിത്. നല്ല പോത്ത് റോസ്റ്റ് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. സൂപ്പറായിട്ട് നല്ല ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾ പോത്തിറച്ചി ട്രൈ ചെയ്യുക, നന്നായിട്ട് കുക്ക് ചെയ്യുക, നന്നായിട്ട് കഴിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.